ഇതുപോലെ ഒരു യെല്ലോ കളർ പേപ്പർ എടുക്കും. ഇത് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരയ്ക്കും. റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെന്ന് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വരയ്ക്കും. ഇനി ഇങ്ങനെ കോളം. സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിങ് ലൈനും. ഇനി സൈഡ് ഒന്ന് കറുപ്പിച്ച് കൊടുക്കാം. കറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്നാല് റൗണ്ട് ഷേപ്പ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് പെൻസിൽ വെച്ചാൽ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കാം. വീണ്ടും മടക്കുക. വീണ്ടും മടക്കുക. 3 റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. മൂന്ന് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അളവിന് തന്നെ ഈ കളറിൽ വെട്ടിയെടുക്കാം. ഒന്ന്, രണ്ട്, ഒന്ന്, രണ്ട്, മൂന്ന്, 4 4, 5, 6 നമുക്കെടുക്കാം. ഇനി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ 6 ഷേപ്പ് വെട്ടിയിട്ടുണ്ട്. ഒരു ഷേപ്പിന് സൈഡൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പേപ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ
നമുക്ക് ഇത്രയും പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒട്ടിച്ചെടുക്കാം. ഇതിനകത്ത് ഒരു സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇതെടുക്കാം. ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ച് ആദ്യമായിട്ട് റെഡ് കളർ നമുക്ക് ഒട്ടിച്ചെടുക്കാം. കളർ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നാല് ഷീറ്റ് പേപ്പർ ഒട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. ഈ സൈഡിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ബ്ലാങ്ക് ആയിട്ടുള്ളത് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അത് നമുക്കിതിന് നടുക്കൊട്ടിച്ചു കൊടുക്കാം. ഇങ്ങനൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനൊരു കണ്ണ് വരച്ചു കൊടുക്കാം. സ്റ്റിക്ക് ഉടനെ തന്നെ അടച്ചു വെച്ചില്ലെങ്കിൽ അതിൻ്റെ അടപ്പ് എവിടെയെങ്കിലും പോയാൽ പിന്നെ നമുക്ക് കിട്ടില്ല സമയത്തിന്. കൈ വരച്ചു കൊടുക്കാം. നമുക്കൊരു ഗ്രീൻ കളർ പേപ്പർ വേണം. ഗ്രീൻ കളർ പേപ്പറിന് ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഇട്ട് വെച്ച് ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇതേപോലെ ഒന്ന് ചുരുട്ടി വെക്കാം. ചെറുതായിട്ട് ചുരുട്ടിയാൽ മതി. കനം കൂടെ പോകാൻ പാടില്ല. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ച് ഇനി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂവിന് വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
സ്റ്റാറിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഏട്ടിനെ മാറ്റിയിട്ട് നമുക്ക് സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇല വെട്ടിയെടുക്കണം. ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. നമ്മളിങ്ങനെ ഒന്ന് വരച്ചിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ 2 ലീഫായിട്ട് കിട്ടും. അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് ഈ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കൂർപ്പിച്ച് എൻഡിൽ അല്പം കൂർപ്പിച്ച് തന്നെ എടുക്കണം. ഈ സൈഡ് നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. പിന്നെയാണ് പിന്നിട്ട് വരച്ചല്ല ഭംഗിയുണ്ടാവും. ഈ സൈഡും അതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കതിനെ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഈ ഫ്ലവറിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഭാഗം നമുക്ക് എടുക്കാം. ഈ ഭാഗം ഇതിങ്ങനെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നേരെ അതൊന്ന് ഇളകിപ്പോയിട്ട് നമുക്കത് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി ആ ലീഫ് കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിഗ്ലൂ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം, ഫെവിക്കോളാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം അത് ഒട്ടിക്കിട്ടും. പല ഷേപ്പിലും നമുക്ക് ഇതുപോലെ പൂക്കളുണ്ടാക്കാം. പല കളറിലുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ? ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. അടുത്തതായി ചെയ്യാൻ പോകുന്നത് വേറൊരു ക്രാഫ്റ്റാണ്. ഒരു പീക്കോക്കിൻ്റെ ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു സൈഡിൽ പീക്കോക്കിനെ വരയ്ക്കാം. ഈ സൈഡിൽ ഞാൻ പീക്കോക്കിനെ വരയ്ക്കുകയാണ്. ഇനി ഒരു കണ്ണ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കത് കുറച്ചുകൂടെ ഡാർക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി അതിന് നമുക്ക് ഈ സൈഡ് നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഈ സൈഡ് മടക്കിയെടുക്കാൻ ഇവിടെ ഈ സൈഡിൽ അല്പം കട്ട്
കട്ട് പീസുണ്ട്, അതിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അടുത്തായിട്ട് ഇനി നമുക്കിതിനെ ഡയഗണലായിട്ട് മടക്കും. വീണ്ടും അങ്ങോട്ട്, വീണ്ടും ഇങ്ങോട്ട്, വീണ്ടും അങ്ങോട്ട്, വീണ്ടും ഇങ്ങോട്ട്, വീണ്ടും ഇങ്ങോട്ട്, വീണ്ടും അങ്ങോട്ട്, വീണ്ടും ഇങ്ങോട്ട്, വീണ്ടും അങ്ങോട്ട്, കുറച്ച് എത്തിയിട്ടുണ്ട്, അകത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അത്രയും മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബേഡിൻ്റെ ബോഡി ഭാഗം നമുക്ക് വരച്ചെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. വരച്ചതിന് ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് പെന്നിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് ഒരു ക്രൗണൂടെ വച്ച് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ക്രൗണിൻ്റെ ഭാഗം കൂടെ അങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി ചെയ്യേണ്ടത് ഇതേപോലെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കാലിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. ഓറിഗാമി പീക്കോക്കാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാം ഒരു ഷീറ്റിലാണ് ചെയ്യുന്നത്. ഇവരെ കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബീക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് നേരെ കട്ട് ചെയ്തെടുക്കണം. ഏകദേശം കട്ടായിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിത് ഈ സൈഡ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേഡുണ്ടല്ലോ, അതിനെ ഒന്ന് നേരെയാക്കി കൊടുക്കാം. നമുക്ക് ബേഡിനൊരു 2 ചിറകൊക്കെ വെച്ച് കൊടുക്കാം.
അതിനായിട്ട് ഞാൻ ഒരു ഓറഞ്ച് കളറിൻ്റെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. ഓറഞ്ച് കളർ ഷീറ്റിട്ട് നമുക്കൊരു ചിറക് വെച്ച് കൊടുക്കാം. റോസ് കളറാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ചിറക് കുത്തിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. ഈ സൈഡിൽ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഈ സൈഡിൽ കുറച്ച് ഗം തേച്ചിട്ട് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ സൈഡിൽ ഒന്ന് ഗം തേച്ചിട്ട് ആ സൈഡിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഇതൊന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. മടക്കി എടുക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ഇങ്ങനെ അല്പം കൂടെ കട്ട് ചെയ്യാനുണ്ട്. നമുക്കൊന്ന് അല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, എങ്കിലേ അത് തിരിഞ്ഞു വരുള്ളൂ. തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ നമുക്കൊരു ക്രൗണ് വരച്ചത് കളർ കുറവായതുകൊണ്ട് നമുക്കൊരു ക്രൗണൂടെ കൊടുക്കാം. ഇവിടെ നമ്മളിത് ഇപ്പം ഒരു സ്റ്റാപ്ലർ വെച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ പീക്കോക്ക് റെഡി ആയിട്ടുണ്ട്. അതിന് ക്രൗൺ ഇല്ലാത്തതുകൊണ്ട് അതിനൊരു വിഷമം, അതുകൊണ്ട് നമുക്കൊരു ക്രൗൺ കൂടെ വെച്ച് കൊടുക്കാം. ക്രൗൺ നമുക്കൊന്ന് വരച്ചെടുക്കാം. നമ്മളിങ്ങനെ ഒന്ന് ഇതേപോലെ ഇങ്ങനെ കോർപ്പിച്ച് ഇങ്ങനെ കോർപ്പിച്ച് നമ്മുടെ ക്രൗൺ റെഡിയായി. രണ്ട് ക്രൗൺ വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ ആ സൈഡിൽ വയ്ക്കണമെങ്കിൽ രണ്ടായിട്ടിങ്ങനെ അടിവശത്തൂടെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ക്രൗൺ റെഡിയാവും. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ യെല്ലോ കളറിലുള്ള പെയിൻറ്റ് വാട്ടർ കളറോ എന്തെങ്കിലും വെച്ച് ഒരു വെള്ള പേപ്പറിൽ വരച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ക്രൗൺ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ക്രൗണൊക്കെ വെച്ചപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. നമ്മുടെ
നമ്മുടെ പീക്കോക്ക് റെഡി ആയിട്ടുണ്ട്. മഴയത്തൊക്കെ ഈ പീക്കോക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് കുറേ പീക്കോക്കിനെ നമുക്ക് ഉണ്ടാക്കി മേശപ്പുറത്തൊക്കെ വെച്ച് നല്ല സൂപ്പർ ഐഡിയയാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വെളുത്ത ഐസ് വെച്ച് കൊടുക്കാം. ഇതിന് കറുത്ത ഉണ്ടെങ്കിൽ വെളുത്ത ഐസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഒരു ചെറിയൊരു ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ വരച്ചു കൊടുക്കും. നമ്മൾ വരച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ അതിനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. 2 ഷീറ്റ് പേപ്പറാണ് കിട്ടിയിട്ടുള്ളത്. അത് 2 കണ്ണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൊട്ടിപ്പോയല്ലോ. വിടർന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് ഒരു കണ്ണ് വേറൊരു പേപ്പർ എടുക്കാം. അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ആ സൈഡിൽ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴേ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുള്ളൂ. ഇനി അതിന് നമുക്കൊന്ന് മാർക്കർ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം. വേണമെങ്കിൽ സ്റ്റിക്കായിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കട്ടി പേപ്പർ കൊണ്ട് അതിൻ്റെ കഴുത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ അല്പം കട്ടി പേപ്പർ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ചില ഓറിഗാമി പേപ്പർ നല്ല കിട്ടാനൊക്കെ പാടായിരിക്കും. അതുപോലെ നല്ല സ്റ്റിഫായിരിക്കില്ല. നമ്മുടെ ഈ ഫോം ഷീറ്റൊക്കെ ആണെങ്കിൽ നല്ല സ്റ്റിഫായിരിക്കും. ഇത് ഫോം ഷീറ്റുണ്ട്, ഓറിഗാമി പേപ്പറുണ്ട്. ഓറിഗാമി പേപ്പറിനെക്കാട്ടിയും ഫോം ഷീറ്റാണ് നമുക്ക് ഇതുപോലെയുള്ള ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പം. ആമസോണിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ചെറിയൊരു വിലയേ ഉള്ളൂ. നമുക്കൊരു ഇതിനൊരു ചുണ്ടും കൂടെ അതിന് വീക്ക് കളർ വേണമെന്ന് പറയുന്നത്. അത് നമുക്കൊരു വീക്ക് കൂടെ വെച്ച് കൊടുക്കാം. 2 സൈഡിലും നമുക്കൊരു വീക്ക് കൂടെ നല്ല കളറായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വീക്കിന് ഭംഗി പോരാന്നാണ് അത് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു വീക്കിനൂടെ ഇത് ഒരു ഓറഞ്ച് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം.
നമ്മുടെ ഓറിഗാമി പീക്കോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പുള്ളി വേണമെങ്കിൽ നമുക്ക് ഈ ഓറഞ്ച് വെച്ച് തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇതുണ്ട് ഇതേപോലെ പുള്ളി വേണമെങ്കിൽ പുള്ളിയായിട്ട് നമുക്കൊന്ന് പീക്കോക്കിൻ്റെ ഫെദർ പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഇങ്ങനെ പീക്കോക്കിൻ്റെ ഫെദർ പോലെ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പീക്കോക്കും ഫ്ലവറും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക്.